എല്ലാവർക്കും നമസ്കാരം. മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. വിജയിക്കാൻ മറന്ന സഞ്ജുപ്പട. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്കും IPL റിലേറ്റഡ് കണ്ടൻസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തവണത്തെ IPLൽ ആദ്യം പ്ലേ ഓഫ് ഉറപ്പിക്കുമെന്ന് കരുതിയ ഒരു ടീം തന്നെയായിരുന്നു രാജസ്ഥാൻ റോയൽസ്. എന്നാൽ പ്ലേ ഓഫ് ഉറപ്പിച്ചെങ്കിൽ പോലും തുടർച്ചയായ 4ാം തോൽവിയോടെ 1ാം സ്ഥാനമെന്ന രാജസ്ഥാൻ റോയൽസിൻ്റെ മോഹം അങ്ങനെ അസ്തമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം PBKസിനെതിരെ 5 വിക്കറ്റിനായിരുന്നു രാജസ്ഥാൻ റോയൽസ് തോറ്റതൊപ്പം സീസണിലെ തുടർച്ചയായ 4ാം പരാജയമായിരുന്നു. സീസണിൽ ഇതുവരെ 5 തോൽവിയാണ് രാജസ്ഥാൻ റോയൽസ് 13 മത്സരങ്ങളിൽ നേടിയെടുത്തിട്ടുള്ളത്. പ്ലേ ഓഫ് ഉറപ്പിച്ചെങ്കിൽ പോലും തുടർച്ചയായ തോൽവികൾ രാജസ്ഥാൻ റോയൽസ് നൽകുന്ന തലവേദന ചെറുതല്ല. എസ്പെഷ്യലി നമുക്കറിയാം, പ്ലേ ഓഫ് ക്വാളിഫൈ ചെയ്ത രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് ഇംഗ്ലണ്ട് താരം അവരുടെ സ്റ്റാർ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ കൂടിയായിട്ടുള്ള ജോസ് ബട്ട്ലറുടെ അഭാവം. അന്താരാഷ്ട്ര ഡ്യൂട്ടിക്ക് വേണ്ടി ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിയ ബട്ട്ലർ ഇല്ലാതെയായിരുന്നു. ബട്ട്ലർക്ക് പകരം മറ്റൊരു ഇംഗ്ലണ്ട് യുവതാരമായിട്ടുള്ള ടോം കോഹ്ലർ കാറ്റ്മോറിനെ വെച്ചായിരുന്നു പഞ്ചാബിനെതിരെ രാജസ്ഥാൻ റോയൽസ് ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ബട്ട്ലറുടെ അഭാവവും രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് പ്ലേ ഓഫ് മത്സരങ്ങൾ വരുമ്പോൾ വരുത്തുന്ന തലവേദന ചില്ലറയൊന്നും ആയിരിക്കില്ല. ആദ്യ 2 സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്താൽ നമുക്കറിയാം ക്വാളിഫയർ 1 പരാജയപ്പെട്ടാൽ ഒരു എക്സ്ട്രാ മാച്ച് കൂടി ലഭിക്കും. സോ അതിനാൽ തന്നെ ടീമുകളെല്ലാം വാശിയേറിയ പോരാട്ടം തന്നെയാണ് ആദ്യ 2ൽ ഫിനിഷ് ചെയ്യാൻ നടത്തുന്നത്. അപ്പോൾ PBKസിനെതിരെ 5 വിക്കറ്റിന് പരാജയപ്പെട്ടതോടെ ആ ഒരു മോഹത്തിനും രാജസ്ഥാൻ റോയൽസിൻ്റെ ആ ഒരു മോഹത്തിനും കൂടി ഇപ്പോൾ ചെറിയ രീതിയിൽ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ 1 റണ്ണിന് തോൽവിയിൽ നിന്നും തുടങ്ങിയതായിരുന്നു രാജസ്ഥാൻ റോയൽസിൻ്റെ പതനം. പിന്നീട് ഡൽഹിക്കെതിരെ 20 റണ്ണിനും ചെന്നൈക്കെതിരെയും പഞ്ചാബിനെതിരെയും 5 വിക്കറ്റിനുമായിരുന്നു രാജസ്ഥാൻ റോയൽസ് പരാജയപ്പെട്ടത്. ബാറ്റിങ്ങും ബൗളിങ്ങും ഒരുപോലെ പരീക്ഷിക്കപ്പെട്ട 4 മത്സരങ്ങൾ. RRൻ്റെ അവസാന മത്സരം ഇനി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ മെയ് 19 ഗുവാഹട്ടിയിൽ ഹോം മത്സരമാണ്. സീസൺ ഇരു ടീമുകളും ആദ്യം ഏറ്റുമുട്ടിയപ്പോൾ 235 എന്ന കൂറ്റൻ സ്കോർ പിന്തുടർന്ന് ജയിച്ച രാജസ്ഥാൻ റോയൽസിൻ്റെ ആ ഒരു ആത്മവിശ്വാസം തന്നെ KKRനെതിരെയും ഗുവാഹട്ടിയിൽ കാഴ്ചവെക്കട്ടെ. അതിൽ KKRനെതിരെ മികച്ച മാർജിനിൽ ജയിച്ചാൽ നെറ്റ് റൺ റേറ്റും ഉയർത്തിക്കൊണ്ട് രാജസ്ഥാൻ റോയൽസിന് ടോപ്പ് 2 ഉറപ്പാക്കാം. അല്ലെങ്കിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് നിലവിൽ 4ാം സ്ഥാനത്തുള്ള SRHന് ഇനി 2 മത്സരങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഒപ്പം RRനെ കാട്ടി വളരെ മികച്ച നെറ്റ് റൺ റേറ്റും SRHനുണ്ട്. സോ അവസാന 2 മത്സരങ്ങളിൽ ഒന്നിൽ SRH പരാജയപ്പെടുക അല്ലെങ്കിൽ അവസാന മത്സരത്തിൽ വൻ മാർജിനിൽ രാജസ്ഥാൻ റോയൽസ് ജയിക്കുകയോ ചെയ്താൽ അവർക്ക് ടോപ്പ് 2 ഉറപ്പാക്കാം. ഇനി എടുത്തു പറയേണ്ടൊരു രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു പോരായ്മ തന്നെയാണ് യശസ്വി ജയ്സ്വാളിൻ്റെ ഔട്ട് ഓഫ് ഫോം. വളരെ മികച്ച ടെസ്റ്റ് ക്രിക്കറ്റിലടക്കം T20 സ്റ്റൈലിൽ ബാറ്റ് വീശിയ ജയ്സ്വാൾ പക്ഷേ IPLലേക്ക് എത്തുമ്പോൾ കളി മറക്കുന്നത് രാജസ്ഥാൻ റോയൽസിന് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇനി CSK PBKs ടീമുകളുടെ ലോ സ്കോറിംഗ് ഗെയിമിലായിരുന്നു രാജസ്ഥാൻ റോയൽസ് അവസാനം കളിച്ച 2 മത്സരങ്ങളും. ചെന്നൈക്കെതിരെ ചെപ്പോക്കിൽ, അതോടൊപ്പം തന്നെ PBKസിനെതിരെ ഹോം മൈതാനമായ ഗുവാഹട്ടിയിലും അടക്കം ലോ സ്കോറിംഗ് ഗെയിം തന്നെയായിരുന്നു രാജസ്ഥാൻ റോയൽസിൽ കണ്ടത്. ബാറ്റിംഗ് വളരെ ദുഷ്കരമായ പിച്ചിൽ 140 മുകളിലായിരുന്നു 2 മത്സരങ്ങളിലും രാജസ്ഥാൻ റോയൽസിൻ്റെ സ്കോറും. അപ്പോൾ ലോ സ്കോറിംഗ് ഗെയിമിൽ പോലും അവസാനം വരെ പൊരുതി അല്ലെങ്കിൽ ആ എതിർ ടീമുകളുടെ വിജയം ഒന്നുമിൽ അവസാന ഓവറുകൾ വരെ കൊണ്ടെത്തിച്ച രാജസ്ഥാൻ റോയൽസിൻ്റെ ബൗളർമാരുടെ പ്രകടനം എടുത്ത് പറയേണ്ടതുണ്ട്. ആവേശ് ഖാനും സന്ദീപ് ശർമ്മയും ട്രെൻറ്റ് ബോൾട്ടും ഒക്കെ അടങ്ങിയ പേസ്തരിയും ചഹലും അശ്വിനും അടങ്ങിയ സ്പിൻ ബൗളർമാർ കൂടി കൂടുതൽ കരുത്ത് കാട്ടിയ രാജസ്ഥാൻ റോയൽസിന് പ്ലേ ഓഫിൽ കാര്യങ്ങൾ എളുപ്പമാക്കാം. എന്നിരുന്നാലും അവസാന മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് വീണ്ടും വിജയ വഴിയിലേക്ക് തിരിച്ചെത്തട്ടെ.